മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത്. മലപ്പുറം ജില്ലാ വിഭജനത്തിന് പകരം കോഴിക്കോടോ മലപ്പുറമോ തലസ്ഥാനമാക്കി കേന്ദ്രഭരണ പ്രദേശം വരണം. വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാൻ കേന്ദ്ര സംവിധാനം സഹായിക്കും. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് സമാനമായ നടപടി മലബാറിൽ വേണമെന്നാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെടുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, വളരെ നിർണായകമായ ഒരു വിഷയമാണിത്. VHP ആവശ്യപ്പെടുന്നത് എന്താണ്? ലഡാക്ക് മാതൃകയിൽ മലബാറിലെ മേഖലകളെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്നാണോ? കാരണം മലപ്പുറം വിഭജനം എന്ന വിഷയം ജിഹാദി ശക്തികൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണോ VHP ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഗൗതം, അങ്ങനെ തന്നെയാണ്. അതായത് മുസ്ലിം ലീഗും മറ്റ് ഇസ്ലാമിസ്റ്റ് ശക്തികളും ഒക്കെ ചേർന്നുകൊണ്ട് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അതിന് എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ ഒത്താശയും ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ പ്രത്യേകിച്ച് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജില്ലകളുടെ വിഭജനം നടപ്പിലാക്കുമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടൊരു കമ്മീഷനെ പോലും സംസ്ഥാന സർക്കാർ ഏർപ്പാട് ചെയ്യുന്നു എന്നുള്ള പ്രസ്താവനകൾ ഇന്നലത്തെ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ആവശ്യത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറെ നിർണായകമായിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ മുന്നിട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലകളെ വിഭജിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ കൂടുതൽ വികസനം എത്താൻ സാധിക്കുന്നത് അത് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് എങ്കിൽ മാത്രമാണെന്നുള്ളതാണ് VHP ചൂണ്ടിക്കാട്ടുന്നത്. അത് മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കേന്ദ്രം ആണ് മലബാർ മേഖല എന്ന് പറയുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യ വിരുദ്ധ ശക്തികളുടെയും വിധ്വംസക ശക്തികളുടെയും ഒക്കെ വലിയ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ തടയിടുന്നതിനും എന്തായാലും ഈ ഒരു പുതിയ സംവിധാനം മാർഗം അല്ലെങ്കിൽ വഴിവെക്കുമെന്നുള്ളതാണ് VHP ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് കടൽ വഴിയുള്ള തീവ്രവാദം, അതോടൊപ്പം തന്നെ മറ്റ് വിധ്വംസക ശക്തികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ കൃത്യമായിട്ട് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണെങ്കിൽ അതിന് സാധിക്കും. അത് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള അധീനതയിൽ വരികയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് ഊർജിതമായിട്ട് നടക്കും. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ മലബാർ പ്രദേശം വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംവിധാനം വഴിവെക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, കൃത്യമായിട്ട് ഭരണഘടനയിൽ തന്നെ അതിനോട് സാധിക്കുന്ന രീതിയിലുള്ള അനുച്ഛേദങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 3 പ്രകാരം ഇത്തരത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന് സാധിക്കും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലൊരു പുതിയ സംവിധാനത്തെ പറ്റി ആലോചിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കും വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളതാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് VHPയുടെ വരാൻ പോകുന്ന യോഗങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളടക്കം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തിച്ചുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഉദാഹരണവും VHP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്നും ലഡാക്കിനെ അടർത്തി മാറ്റി ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതുപോലെ തന്നെയുള്ള നിയമസാധുത ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. അത് ഈ പ്രദേശത്തിൻ്റെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ഒക്കെ തന്നെ വലിയ വികാസത്തിനും അല്ലെങ്കിൽ സുരക്ഷയ്ക്കും ഒക്കെ തന്നെ ഉതകുന്ന രീതിയിലുള്ളൊരു നടപടിയായിട്ട് അത് മാറുമെന്നുള്ളതാണ് VHP ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആവശ്യം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൽ ഉന്നയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് VHP ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്.